Hi everyone, welcome to my channel Commerce Class. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ലീവറേജ്. ബിഫോർ ഡിസ്കസിങ് അബൌട്ട് ഫിനാൻഷ്യൽ ലീവറേജ് നമുക്ക് നോക്കാം ലീവറേജ് എന്താണെന്ന്. ലീവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ഓഫ് എ ഫേം ടു യൂസ് ഫിക്സ്ഡ് കോസ്റ്റ് അസെറ്റ് ആൻഡ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ടു ഇൻക്രീസ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് അസറ്റും അതേപോലെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റിയും ഒരു ഫേമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിൻ്റെ റിട്ടേൺ, ആ ഫേമിൻ്റെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലീവറേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 3 തരത്തിലുള്ള ലീവറേജ് ആണുള്ളത്. സോ ഫിനാൻഷ്യൽ ലീവറേജ്, ഓപ്പറേറ്റിംഗ് ലീവറേജ് ആൻഡ് കമ്പൈൻഡ് ലീവറേജ്. ഓക്കെ, ഇത് നമ്മൾ ഫിനാൻഷ്യൽ ലീവറേജ് ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ ലീവറേജ് എന്ന്. നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന ഓണേഴ്സ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലുമാണ്. ഇതിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റിയും പ്രിഫറൻസുമാണ്. ബോറോഡ് ക്യാപിറ്റൽ ഡിബഞ്ചറും ലോങ് ടേം ലോണുമാണ്. അതിൽ ഓണേഴ്സ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ഇക്വിറ്റിയും പ്രിഫറൻസും ആണെന്ന് പറഞ്ഞു. അതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എടുക്കാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്തായാലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇതിൽ ഫിക്സഡ് ഡിവിഡൻഡ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ടാണ്. കാരണം എല്ലാ വർഷവും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇറ്റ് ഈസ് എ പ്രിഫറൻസ് ഡിവിഡൻഡ് ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി. ഇനി നമുക്ക് ലോണിൻ്റെ കാര്യം എടുക്കാം. ലോങ് ടേം ലോണും അങ്ങനെ തന്നെയാണ്. ഒരു പെർസെൻറ്റേജ് ഓഫ് അതായത് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. എല്ലാ വർഷവും കമ്പനിക്ക് ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും കമ്പനിക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഡിബഞ്ചറിലും ഡിബഞ്ചർ എഗ്രിമെൻറ്റിൽ നമ്മൾ എഴുതുന്നുണ്ട് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഡിബഞ്ചർ ഹോൾഡർ. എല്ലാ വർഷവും ഡിബഞ്ചർ ഹോൾഡറിന് കമ്പനി ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺ ആൻഡ് ഡിബഞ്ചർ ഈ 3 കാര്യങ്ങളും ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ പ്രിഫറൻസും ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും ലോങ് ടേം ലോണും യൂസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്. സോ യൂസ് ഓഫ് fixed interest bearing security like debenture, long term loan and preference share capital along with equity share capital to increase the return of shareholder is known as financial leverage. അപ്പം ഈ 3 കാര്യങ്ങൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ റിട്ടേൺ കൂടുമെന്നാണ് പറയുന്നത്. അങ്ങനെ റിട്ടേൺ കൂടാനുള്ള കാരണം എന്താണ്? അതായത് ഇവിടെ ഇങ്ങനെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ഏർണിംഗ് പെർ ഷെയർ കൂടാൻ സാധ്യതയുണ്ട്, EPS കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഓർഗനൈസേഷന് അതായത് അതിൻ്റെ ഓർഗനൈസേഷനിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീൻ്റെ ഒക്കെ കോസ്റ്റ് ഫിക്സഡ് ആണ്. നമുക്കറിയാം ഇൻ പ്രിഫറൻസ് ഡിവിഡൻഡ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റി, ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ് വരുന്നത്. അപ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റും ഈ ഫണ്ടെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ ഫേം ഏൺ ചെയ്യുന്ന റിട്ടേണും നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, അതായത് ഈ സെക്യൂരിറ്റി 3 സെക്യൂരിറ്റി പ്രിഫറൻസ്, ഡിബഞ്ചർ ആൻഡ് ലോങ് ടേം ലോൺ ഈ 3 സെക്യൂരിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ്, അതായത് ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ലോൺ ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ്, ഇത് 3മാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദീസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്. അപ്പം ഇതിൻ്റെ ഈ കോസ്റ്റും ഈ 3 കാര്യങ്ങളും യൂസ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷന് ഉണ്ടായ പ്രോഫിറ്റും അതായത് റിട്ടേണും
അത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. ഇഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി സെക്യൂരിറ്റി, അത് ഓർഗനൈസേഷന് ഫേവറബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓർഗനൈസേഷന് അഡീഷണൽ ഫണ്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഏർണിംഗ് പെർ ഷെയർ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ലൈക്ക് ഡിബഞ്ചർ, ലോങ് ടേം ലോൺ and preference share capital to increase return of shareholders. അതിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് is also known as trading on equity. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സോഴ്സസ് എല്ലാം നമ്മൾ ഈ ഡെപ്റ്റൊക്കെ റേസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഇക്വിറ്റിയുടെ ബേസിലായിരിക്കും. അതുകൊണ്ട് ഇക്വിറ്റിയാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റും ലോങ് ടേം ലോണും ഡിബഞ്ചറും ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ റേസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇക്വിറ്റിയുടെ ബേസിലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. ഓർഗനൈസേഷൻ്റെ ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റിയുടെ ബേസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇക്വിറ്റിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് ഫിനാൻഷ്യൽ ലിവറേജിനെ പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് രണ്ട് തരത്തിലുണ്ട്, ഫേവറബിൾ ലീവറേജ് ആൻഡ് അൺഫേവറബിൾ ലീവറേജ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റേറ്റ് ഓഫ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സെക്യൂരിറ്റി. റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സെക്യൂരിറ്റിനേക്കാളിലും. ഫിക്സ്ഡ് കോസ്റ്റിനേക്കാളിലും റേറ്റ് ഓഫ് റിട്ടേൺ കൂടുകയാണെങ്കിൽ അതിനെ ഫേവറബിൾ ലീവറേജ് എന്ന് പറയുന്നു. ഇനി റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ലെസ് ദാൻ ഫിക്സ്ഡ് കോസ്റ്റ്, അതിനെ അൺഫേവറബിൾ ലീവറേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്താണെന്ന്. ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. EBIT മീൻസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EBT മീൻസ് EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഓക്കെ, EBIT is also known as operating profit. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT ഡിവൈഡഡ് ബൈ EBT is known as financial leverage. ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഫോമിൽ ഫിക്സഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ റിട്ടേൺ കൂടുന്നു, ഏർണിംഗ് പെർ ഷെയർ കൂടുന്നു, റിട്ടേൺ കൂടുന്നു, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നമ്മളിങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, ആ റിട്ടേണും ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റിയുടെ ഫിക്സഡ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യും. അപ്പം ഈ റിട്ടേൺ കൂടുകയാണ് ഫിക്സഡ് കോസ്റ്റിനേക്കാളും എങ്കിൽ അത് നമുക്ക് അഡീഷണൽ ഏർണിങ്സ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടാതെ തന്നെ നമുക്ക് അഡീഷണൽ ഏർണിങ്സ് കിട്ടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ആവും. അപ്പോൾ റിട്ടേൺ കൂടും, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺ കൂടും. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് കമ്പനി ഉണ്ട്, ഫേം എ ആൻഡ് ഫേം ബി. അതിൽ ഫേം എയിൽ 9 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 9 ഡിബഞ്ചർ ഉണ്ട്, 1 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 9-1 എന്നൊക്കെ പറയുന്നത്. 9 lakh 1 lakh എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. ഞാനിവിടെ 9-1 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം 9 ഡിബഞ്ചറും 1 ഇക്വിറ്റിയുമാണുള്ളത്. അവിടെ ഈ കമ്പനിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 10 ആണ്. അത് വേണമെങ്കിൽ 10 lakh എന്ന് എടുത്തോളൂ. ഞാനിവിടെ 10 എന്നാണ് പറയുന്നത്. EBIT ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ EBIT ഇവിടെ 10 ആണ്. ഇൻട്രസ്റ്റ് 4 ആണെന്ന് വിചാരിക്കുക, കാരണം ഡിബഞ്ചർ അവിടെ 9 ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് 4 ആണെന്ന് വിചാരിക്കാം. അത് നമുക്ക് നോക്കാം ആ കമ്പനിയുടെ EPS എന്തായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു EBIT ഇവിടെ 10 ആണ്. 10 മൈനസ്, ആദ്യം നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഹിയർ ഇൻട്രസ്റ്റ് ഇസ് 4, സോ 10 മൈനസ് 4 6 ആയിരിക്കും നമ്മളുടെ ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ്. ഇനി EPS കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടാക്സ് മൈനസ് ചെയ്യണം. ഇവിടെ വി അസ്യൂം ദാറ്റ് ടാക്സ് ഇസ് 50%. സോ 50% ഓഫ് 6 അല്ലേ? സോ 50% ഓഫ് 6 ഇസ് 3.
അപ്പോൾ നമുക്ക് കിട്ടി ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് 6, ദെൻ ഡിഡക്റ്റ് ടാക്സസ് 3. സോ 6 മൈനസ് 3 എന്താ നമ്മളുടെ ആൻസർ? 3 ആണ് നമ്മളുടെ ആൻസർ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ ടാക്സ്. ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഒന്നുമില്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇല്ല, ഡിബഞ്ചറും ഇക്വിറ്റി മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അപ്പം പ്രിഫറൻസ് ഡിവിഡൻഡ് അവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ₹3. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ 9 ഡിബഞ്ചറും 1 ഇക്വിറ്റിയും ആണുള്ളത്. അപ്പോൾ ഇക്വിറ്റി 1 ആയിട്ട് എടുക്കാം. ഇനി EPS കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാം. ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി. ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ is 3, നമ്പർ ഓഫ് ഇക്വിറ്റി is 1. സോ 3 ഡിവൈഡഡ് ബൈ 1 is 3. സോ EPS is 3. അപ്പോൾ ആദ്യത്തെ ഫോമിൻ്റെ കേസിൽ, ഫോം എയുടെ കേസിൽ EPS is 3. ദെൻ ഫോം ബി എടുക്കാം. അതിൽ ഇക്വിറ്റീനെ നമുക്ക് 9 ആയിട്ട് എടുക്കാം, ഡിബഞ്ചറിനെ 1 ആയിട്ടും എടുക്കാം. അപ്പോൾ ആദ്യത്തെ കമ്പനിയിൽ ഡിബഞ്ചർ കൂടുതലായിരുന്നു, രണ്ടാമത്തെ കമ്പനിയിൽ ഡിബഞ്ചർ വളരെ കുറവും ഇക്വിറ്റി കൂടുതലുമാണ്. അപ്പം ഡിബഞ്ചർ കുറവായതുകൊണ്ട് എന്തായാലും ഇൻട്രസ്റ്റ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇവിടെ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ആകെ ഇൻട്രസ്റ്റ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു ഇക്വിറ്റിയേ ഉള്ളൂ, ഒരു ഡിബഞ്ചറും ഉള്ളൂ. അപ്പോൾ അതിലാകെ ഒരു ₹1 മാത്രമേ ഉള്ളൂ ഡിബഞ്ചറായിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏർണിങ്സ് എത്രയാണ്? EBIT 10 തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, 10 തന്നെയാണ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 1 ആണ്. സോ 10 മൈനസ് 1 9 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 lakh എന്നുള്ള രീതിയിൽ എടുത്തോളൂ കേട്ടോ. ഡിബഞ്ചർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തത്. സോ 10 മൈനസ് 1 9. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത എന്താ മൈനസ് ചെയ്യേണ്ടത്? ടാക്സ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ടാക്സ് ഇവിടെ 50% ആണ്. സോ 50% of 9, that is 4.5. and earnings after interest and after taxes 4.5. Okay, ഇവിടെ earnings available to equity shareholders 4.5. number of equity is 9. അപ്പോൾ 4.5 divided by 9, that is 0.5. നമുക്കിവിടെ EPS കിട്ടി. കമ്പനി ബിയുടെ കേസിൽ EPS is 0.5. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? EPS 3ഉം രണ്ടാമത്തെ കേസിൽ EPS 0.5ഉമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കേസിൽ ഡിബഞ്ചർ കൂടുതലായിരുന്നു. അപ്പോൾ ഡിബഞ്ചർ കൂടുതൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഡിബഞ്ചർ കൂടുതൽ യൂസ് ചെയ്ത സമയത്ത് ഏർണിംഗ് പെർ ഷെയർ കൂടി, അത് കുറവ് യൂസ് ചെയ്ത സമയത്ത്, ഇക്വിറ്റി കൂടുതൽ യൂസ് ചെയ്ത സമയത്ത് ഏർണിംഗ് പെർ ഷെയർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇമ്പാക്റ്റ്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാണ്. അതിങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിൻ്റെ ഏർണിംഗ് പെർ ഷെയർ കൂടും. ഒരുപാടധികം അല്ല, ഒരു ലിമിറ്റിനാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് EPS കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ percentage changes in earning per share, EPS, percentage changes in EPS with percentage changes in earning per share with 1% change in EBIT level. അതായത് 1% EBITയിൽ ഉണ്ടാവുന്ന ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഏർണിംഗ് പെർ ഷെയറിൽ എത്ര പെർസെൻറ്റേജ് മാറ്റം വരുത്തുന്നു എന്നാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ മെഷർ ചെയ്യുന്നത്. സപ്പോസ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 3 ആണെന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1% ഇൻക്രീസ് ഇൻ EBIT കോസ് 3% ഇൻക്രീസ് ഇൻ EPS. അതായത് 1% EBITയിൽ ഇൻക്രീസ് വന്നിട്ട് അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏർണിംഗ് പെർ ഷെയർ EPSൽ 3% ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ വന്നു, 3% മാറ്റം വന്നു, ചേഞ്ചസ് നോക്കാം. അതായത് EBITയിൽ 1% മാറ്റം വരുന്ന സമയത്ത് EPSൽ 3% മാറ്റം വന്നു എന്നാണ് DFL 3 ആയിട്ടുണ്ടെങ്കിലുള്ള മീനിങ്. ഇനി DFL 4 ആണെങ്കിലോ 1% ചേഞ്ച് ഇൻ EBIT കോസ് 4% ചേഞ്ച് ഇൻ ഏർണിംഗ് പെർ ഷെയർ. അതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ പറയുന്നത്. സോ അതിൻ്റെ ഫോർമുല പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ EBIT. അപ്പം ഏർണിംഗ് പെർ ഷെയർ EBITയിൽ ഉണ്ടാവുന്ന മാറ്റം ഏർണിംഗ് പെർ ഷെയറിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നതെന്നാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ പറയുന്നത്.
ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മിനിമം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് 1. മിനിമം DFL എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. ഇതെപ്പോഴും ശരിക്കും DFL എപ്പോഴും 1ൽ കൂടുതലായിരിക്കും. കാരണം 1 എന്ന് പറയുന്നത് അവിടെ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്കത് നോക്കാം എങ്ങനെയാണ് അത് 1 വരുന്നതെന്ന്. ഡിബഞ്ചർ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 1 വരുന്നത് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. EBIT ഡിവൈഡ് ബൈ EBT ആണെന്ന് അറിയാം നമുക്ക്. സപ്പോസ് ഒരു ഓർഗനൈസേഷൻ്റെ EBIT 50 ആണെന്ന് വിചാരിക്കാം. അപ്പം ഫോർമുല EBIT 50 നമുക്ക് കിട്ടി. പിന്നെ താഴെയുള്ള എന്തായിരുന്നു? EBT ആണ്. EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നോ ഡെപ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നോ ഡെപ്റ്റ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് 0 ആയിരിക്കും അല്ലേ? ഡെപ്റ്റ് ഇല്ലാത്ത ഫോമാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറും ഡിബഞ്ചറും ലോങ് ടേം ലോണും ഒന്നും യൂസ് ചെയ്യാത്ത ഫോമാണ്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ EBIT 50 ആണ്, ഇൻട്രസ്റ്റ് എന്താണ്? 0 ആണ്. അപ്പം EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ് EBT. EBT എന്ത് വരും? EBT 50 വരും അല്ലേ? സോ EBIT 50 ആണ്, EBT 50 ആണ്. അപ്പോൾ ഫോർമുല എന്താണ്? EBIT ഡിവൈഡ് ബൈ EBT. അപ്പോൾ എന്ത് കിട്ടി? 50 ഡിവൈഡ് ബൈ 50 എന്താ നമ്മുടെ ആൻസർ? 1 ആണ് നമ്മുടെ ആൻസർ. അപ്പം ഫിനാൻഷ്യൽ ലിവറേജ് അവിടെ 1 കിട്ടി അല്ലേ? അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ മിനിമം എപ്പോഴും 1 ആയിരിക്കും. 1 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 1 ആണെങ്കിൽ അവിടെ ഡെപ്റ്റ് ഉണ്ടാവുകയില്ല. ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷനാണ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് DFL 1 ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം DFLൻ്റെ മിനിമം എപ്പോഴും 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് അവിടെ 0 ആയിരിക്കും. അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും DFL 1ൽ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ബ്രേക്ക് ഇവൻ പോയിന്റിൽ DFL എങ്ങനെയാണെന്ന്. എന്തായിരുന്നു ബ്രേക്ക് ഇവൻ പോയിന്റ്? നോ പ്രോഫിറ്റ് നോ ലോസ് സ്റ്റേജ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അതായത് കമ്പനിക്ക് ഉണ്ടാവുന്ന കമ്പനിയുടെ ഏർണിങ്സ് മൊത്തം, അതായത് കമ്പനിയുടെ റവന്യൂ എക്സ്പെൻസും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത്. അവിടെ EBIT ഏർണിങ്സ് ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. അവിടെ EBIT എന്തായിരിക്കും? EBIT അവിടെ 0 ആയിരിക്കും. ഓക്കെ, EBIT ബ്രേക്ക് ഇവൻ പോയിന്റിൽ EBIT 0 ആണ്. അത് നമുക്കറിയാമല്ലോ, പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഇല്ലാത്ത സ്റ്റേജാണ് ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ റവന്യൂ കമ്പനിയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ മാത്രമല്ല കമ്പനിയുടെ റവന്യൂ ഉണ്ട്, അതായത് എക്സ്പെൻസസ് ഈക്വൽ ടു റവന്യൂ ആവുന്ന ആ ഒരു സ്റ്റേജാണ് ബ്രേക്ക് ഇവൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ സ്റ്റേജിൽ EBIT എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ കമ്പനിയിൽ അങ്ങനെയുള്ള ഒരു ഫോമിൽ ആ ബ്രേക്ക് ഇവൻ സ്റ്റേജിൽ ഒരു കമ്പനി ബ്രേക്ക് ഇവൻ സ്റ്റേജ് എത്തുകയാണെങ്കിൽ ആ സമയത്ത് കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. കമ്പനിയുടെ ഇൻട്രസ്റ്റ് 50 റുപ്പീസ് തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പം EBIT എന്താണ്? EBIT 0 ആണ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല EBIT ഡിവൈഡ് ബൈ EBT. EBIT എന്താണ്? ഇവിടെ ബ്രേക്ക് ഇവനിൽ EBIT 0 ആണെന്ന് നമുക്കറിയാം. സോ 0 ഡിവൈഡഡ് ബൈ EBT എന്താണ്? 0 മൈനസ് 50. അപ്പം മൈനസ് 50 അല്ലേ? 0 മൈനസ് 50, 0ൻ്റെ അകത്ത് 50 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും ആൻസർ? മൈനസ് 50 വരും അല്ലേ? സോ EBIT എന്തായിരുന്നു? EBIT ബ്രേക്ക് ഇവനിൽ 0 ആണ്. 0 ഡിവൈഡഡ് ബൈ മൈനസ് 50. നമ്മുടെ ആൻസർ എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് എന്തായിരിക്കും അവിടെ? 0 ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലായി ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എപ്പോഴും 0 ആയിരിക്കും. അതായത് EBIT 0 ആവുന്ന ആ ഒരു പോയിന്റിൽ, EBIT 0 ആവാന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് സ്റ്റേജ് ആണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. ആ ഒരു പോയിന്റിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 0 ആയിരിക്കും. ഇനി ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്താണ്? അതായത് ആ ഒരു ഫേമിൻ്റെ EBIT ആ ഫേമിൻ്റെ ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു സ്റ്റേജാണ്. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും ഒക്കെ ഉണ്ടല്ലോ, അതും EBITയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. അതായത് ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏർണിങ്സ് മാത്രം ആ കമ്പനിയിൽ ഉണ്ട്. ഓക്കെ, അതായത് ഒരു കമ്പനിയുടെ EBIT 50 ആണെന്ന് വിചാരിക്കുക, കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റും 50 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ EBITയും ഫിക്സ്ഡ് കോസ്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ് ആണ്. ഇത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ആ ഫേമിലുണ്ട്. അങ്ങനെയുള്ള ഒരു പോയിന്റിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഓക്കെ, ആ പോയിന്റിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് വിചാരിക്കും. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ EBIT എത്രയാണ്? 50 ആണ്, ഇൻട്രസ്റ്റും 50 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. EBIT നമ്മൾ പറഞ്ഞു 50 ആണ്. EBT എന്താണ്? 50 മൈനസ് ഇൻട്രസ്റ്റും 50 തന്നെയാണ്. സോ 50 മൈനസ് 50. അപ്പോൾ EBT എത്ര വന്നു? EBT അവിടെ 0 ആയി അല്ലേ? ഇനി ഫോർമുലയിൽ നോക്കാം. 50 ഡിവൈഡഡ് ബൈ 0.
നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 50 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അൺഡിഫൈൻഡ്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ ലിവറേജ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. ബ്രേക്ക് ഇവൻ പോയിന്റ് ആണെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 0 ആയിരിക്കും. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അൺഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവ് DFL. നെഗറ്റീവ് DFL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഫിക്സ്ഡ് കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാനുള്ള, ഫിക്സ്ഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് പോലും ഫിക്സ്ഡ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റിയിൽ വരുന്ന കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാനുള്ള അത്ര ഏർണിങ്സ് ആ കമ്പനിയിൽ ഇല്ലാത്ത അവസ്ഥേനെയാണ് പറയുന്നത് നെഗറ്റീവ് DFL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DFL, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പം ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അതിൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അത് എല്ലായ്പ്പോഴും 1-ൽ കൂടുതലായിരിക്കും. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ DFL അൺഡിഫൈൻഡ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റിൽ DFL എന്താണ് 0 ആയിരിക്കും. ഇനി ഈ DFL, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, സാധാരണ ഫിനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ചേഞ്ചസ് ഏർണിംഗ് പെർ ഷെയറിലുള്ള വേരിയബിലിറ്റിയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. EBITയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് EPSൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നു, ഗ്രേറ്റർ ചേഞ്ചസ് ആണോ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വേരിയബിലിറ്റിയാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ഹൈ വേരിയബിലിറ്റി ഒക്കെ ആണെങ്കിൽ എന്താണ്, ഹൈ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. EPSൽ നല്ല ചേഞ്ചസ് വരികയാണെങ്കിൽ, ഹൈ വേരിയബിലിറ്റി ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ വളരെ കൂടുതലാണെങ്കിൽ റിസ്ക് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് റിസ്ക് ആയിരിക്കും. DFL ഹയർ ആവുകയാണെങ്കിൽ അവിടെ ഹൈ റിസ്ക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാനാണ് നമ്മൾ DFL യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം ഡെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ റീപേയ്മെൻ്റ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക്. അതായത് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, ഇൻസോൾവൻസി, ഒരു ഫേമിന് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ അപ്പോഴൊക്കെയാണ് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാകുന്നത്. അതായത് ഇൻസോൾവൻ്റ് ആയി പോകുന്ന സമയത്ത് അതൊക്കെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം DFL നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇപ്പം ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, ദെൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞു, ഇമ്പാക്ട് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞു. സോ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി along with equity share capital to increase return of shareholder is known as financial leverage.